Hello everyone. Good evening. Hope you're all doing good. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിലെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. നമ്മളുടെ തൊട്ട് മുന്നത്തെ എക്സാമിന് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 ക്വസ്റ്റ്യൻസ് ആണോ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ പേപ്പർ 1-ൽ നിന്നും മൊത്തം 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. നമ്മൾക്ക് പേപ്പർ 1-ൽ 10 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്, കമ്മ്യൂണിക്കേഷനിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും 5 മാത്തമാറ്റിക്കൽ റീസണിംഗിൽ നിന്നും 5 സാധാരണയായിട്ട് ആ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ സീക്വൻസ്. താഴെ കുറച്ച് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെ ക്രോണോളജിക്കൽ സീക്വൻസിലാക്കുക. ആദ്യം നടന്നത് ഏതാണ്, പിന്നീട് വന്നത് ഏതാണ് എന്നുള്ള ആ ഒരു ഓർഡറിലാണ് ആക്കേണ്ടത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സ്റ്റാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസസ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ബി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫിലിം ഡിവിഷൻ. സി, റിലീസ് ഓഫ് ടോക്കി ഫിലിം ആലം അറ. ഡി, ചേഞ്ച് ഓഫ് നെയിം ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ടു ഓൾ ഇന്ത്യ റേഡിയോ. ഇതിൽ ഏത് ആദ്യം നടന്നു, പിന്നീട് ഏതാണ് നടന്നത്, അതിനുശേഷം ഏതാണ് നടന്നത് എന്നുള്ള രീതിയിൽ ഇതിനെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒരുപാട് പേര് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. നമുക്ക് നോക്കാം ഏതാണ് ആദ്യം വന്നതെന്നുള്ളത്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഓപ്ഷൻ സി ആണ് ആദ്യമുള്ളത്. റിലീസ് ഓഫ് ടോക്കി ഫിലിം ആലം അറ 1931 അത് വന്നിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളെ കണക്ട് ചെയ്യാം. ടോക്കി ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കമ്മ്യൂണിക്കേഷൻ വരുന്ന തരത്തിലുള്ള ഫിലിമാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടോക്കി ഫിലിമാണ് ആലം അറ എന്ന് പറയുന്ന ഫിലിം. 1931 അത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ആലം അറയ്ക്ക് മുന്നേ വരെ ടോക്കി ഫിലിംസ് ആയിരുന്നില്ല, സൈലന്റ് ഫിലിംസ് ആയിരുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കോൺവെർസേഷൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ 1931 ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു ടോക്കി ഫിലിം, അതിന്റെ പേരാണ് ആലം അറ, റിലീസ് ചെയ്തത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ളതിൽ അതിനുശേഷം വന്നിട്ടുള്ളത് 1936 റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ആ ഒരു പേര് ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളതാക്കി ചേഞ്ച് ആയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നായിരുന്നു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ള ആ ഒരു പേര് അതിന് കൊടുത്തിട്ടുണ്ട് 1936. പിന്നെ 1947 ഈ ഓൾ ഇന്ത്യ റേഡിയോ പുറത്തേക്കുള്ള സർവീസസ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്ത്യക്ക് പുറമേക്കുള്ള, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്, ഇൻഡിപെൻഡൻസിന് ശേഷമാണ് 1947 ഇന്ത്യക്ക് പുറമേയുള്ള ഓഡിയൻസസിലോട്ട് ഈ ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1948 ഫിലിംസ് ഡിവിഷൻ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിലിം പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടൊക്കെ ഒരു സംഭവം, ഒരു സെറ്റപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തത് 1948 അപ്പൊ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു കണക്ഷൻ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദ അക്രോണിം CBFC? CBFCയുടെ ഫുൾ ഫോം താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. CBFCയുടെ ഫുൾ ഫോം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പബ്ലിക്ലി, അതായത് ഫിലിംസ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഒരു ഫിലിം പബ്ലിക് വ്യൂവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ സെൻസർ ബോർഡൊക്കെ അത് തന്നെയാണ്. ഏജ് അപ്രോപ്രിയേറ്റ് ആണ് അല്ലെങ്കിൽ കോണ്ടന്റ് അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ്. Dash theory is a result of research conducted for the AT&T Telecommunications Company aimed to account for how a unit of information which is produced by a sender at one end of a communication channel is able to be faithfully reproduced at the other end by a receiver. Critical theory, Shannon and Weaver theory, Gerbner cultivation theory, വാൾട്ടർ ലിപ്മാൻ തിയറി. കാണുമ്പോൾ കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് അതിലെ ചില പോയിന്റ്സ് മാത്രം കണക്ട് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഹലോ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ? സോറി. കുറച്ചു നേരമായിട്ട് ചാറ്റ് ബോക്സ് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചാറ്റ്സ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ അല്ലെ? നിങ്ങൾ എവിടെ വരെ കേട്ടു? ജസ്റ്റ് എ മിനിറ്റ്. രണ്ട് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ കേട്ടില്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒരുമിച്ച് വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പറയാം ഞാൻ. റിയലി സോറി. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഡാഷ് തിയറി ഈസ് എ റിസൾട്ട് ഓഫ് റിസർച്ച് കണ്ടക്ടഡ് ഫോർ ദ AT&T Telecommunications Company aimed to account for how a unit of information which is produced by a sender at one end of a communication channel is able to be faithfully reproduced at the other end by a receiver. Okay, അതായത് നമ്മൾക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു തിയറിനെ കുറിച്ചിട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന 4 തിയറിയിൽ ഏത് തിയറിയാണ് AT&T ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ റിസർച്ച് നടത്തിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഇരിക്കുന്നത്? ഓക്കെ, ആ ഒരു തിയറി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, how a unit of information which is produced by a sender at one end of a communication channel is able to be faithfully reproduced at the other end by a receiver. അതായത് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് പറയുകയാണെന്നല്ലേ. സെൻസറിൽ നിന്നുള്ള ഒരു യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ അത് ഫെയ്ത്ത്ഫുള്ളി മറ്റൊരു റിസീവറിന്റെ അടുത്ത് എങ്ങനെയാണ് എത്തിക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ആ ഒരു മേഖലയിൽ അതിനെ കുറിച്ചിട്ട് അതിൽ വരുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പറയുന്ന തിയറി അല്ലെങ്കിൽ മോഡലാണ് ഷാനൺ ആൻഡ് വീവർ മോഡൽ അല്ലെങ്കിൽ ഷാനൺ ആൻഡ് വീവർ തിയറി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഷാനൺ ആൻഡ് വീവർ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ 1948 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് AT&T ബെൽ ലബോറട്ടറീസിൽ. ഓക്കെ, ആ ഒരു ലബോറട്ടറീസിലാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലാണ് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ ഒരു തിയറി വിളിക്കുന്ന മറ്റൊരു പേര്. ഓക്കെ, ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയുള്ള ടെലിഗ്രാഫിലൂടെയുള്ള ആ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് ഷാനൺ ആൻഡ് വീവറിന്റെ
ഈ ഒരു തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമുക്കറിയാം സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പോലെ സെൻഡർ ഉണ്ടാകും, സെൻഡറിന്റെ കയ്യിൽ ഒരു മെസ്സേജ് ഉണ്ടാകും, മെസ്സേജ് ഒരു ചാനലിലൂടെ പോകും, അത് റിസീവറിലോട്ട് എത്തും. പിന്നെ ഈ റിസീവറിലൂടെ ഈ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻഫർമേഷനെ, ആ ഒരു മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള നോയ്സിന്റെ ഒരു റോളിനെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് മെസ്സേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ബാക്കി 3 തിയറിയുടെ ജസ്റ്റ് ഒന്ന് പെരിഫറലി എക്സ്പ്ലെയിൻ ചെയ്യാണ്, അധികം ആഴത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ല. ഓപ്ഷൻസിൽ വന്നത് കൊണ്ട് എന്താണ് ആ തിയറിയുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, ക്രിട്ടിക്കൽ തിയറിയാണ്. ക്രിട്ടിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാസ് മീഡിയയെയും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള പവർ സ്ട്രക്ചേഴ്സിനൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മീഡിയയുടെ നെഗറ്റീവ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ക്രിട്ടിക്കൽ തിയറി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീഡിയ ഒട്ടും ന്യൂട്രൽ അല്ല. എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഐഡിയോളജീസിനെയും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മീഡിയ എക്സ്പോഷർ ആളുകളിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കുറച്ചും കൂടി സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മീഡിയ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഒരു ആഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിവിഷനിൽ എന്തെങ്കിലും ഷോസ് ആയിക്കോട്ടെ, പിന്നിന്ന കാര്യങ്ങള്, പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങള്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനത്തെ ഡോമിനന്റ് ഐഡിയോളജീസിനെ കുറച്ചുകൂടി ഉയർത്തി കാണിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മീഡിയ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോ അങ്ങനെ പാടില്ല. നമ്മൾക്ക് ഒരു സോഷ്യൽ ചേഞ്ച് ആവശ്യമാണ്, ഈ ഒരു മീഡിയ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു തിയറിയാണ് എന്ത്, ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഗേബ്നേഴ്സ് കൾട്ടിവേഷൻ തിയറി. ഗേബ്നേഴ്സ് കൾട്ടിവേഷൻ തിയറിയുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേമില് ടെലിവിഷൻ കാണുന്നവര് എങ്ങനെയായിരിക്കും അവർ റിയാലിറ്റിയെ പെർസീവ് ചെയ്യുന്നത്, അതിനാണ് മെയിൻ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. അതായത് കുറെ ടൈം ടെലിവിഷൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നവര് അവർക്ക് റിയാലിറ്റിയെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള അവരുടെ ലോകം എന്ന് പറയുന്നത് മെയിൻ ആ ഒരു ടി വിയിൽ കാണിക്കുന്ന എന്താ റിയലിസ്റ്റിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കിടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അവർക്കൊരു റോങ് പെർസെപ്ഷൻ ഉണ്ടാകാനും ആക്യുറേറ്റ് ആയിട്ട് അവർ പെർസീവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പെർസെപ്ഷൻ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ട് മാറുകയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും ബിലീഫ്സിനെയും തന്നെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കൾട്ടിവേഷൻ തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു തിയറിയാണ്, ഓപ്ഷനിൽ കണ്ട അടുത്ത തിയറിയാണ് വാൾട്ടർ ലിപ്മാൻ തിയറി. വാൾട്ടർ ലിപ്മാൻ തിയറിയെ പബ്ലിക് ഒപ്പീനിയൻ തിയറി എന്നുകൂടി നമ്മൾ പറയാറുണ്ട് കേട്ടോ, പബ്ലിക് ഒപ്പീനിയൻ തിയറി. ഓക്കെ, ഈ പബ്ലിക് ഒപ്പീനിയൻ തിയറിയും നമ്മൾ എന്താ ആദ്യത്തെ തിയറിയുമായിട്ട് കുറച്ച് ബന്ധമുള്ള ഒരു തിയറിയാണ്. അതായത് മീഡിയക്ക് നമ്മളുടെ ഒരു ഒപ്പീനിയനും നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ ബിലീഫ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്നാണ് വാൾട്ടർ ലിപ്മാൻ തിയറി പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ തിയറി പറയുന്നത്. നമ്മൾക്കറിയാം അല്ലെ, നമ്മൾ കാണുന്ന ഫിലിംസ്, നമ്മൾ കാണുന്ന ന്യൂസ് ചാനൽസ്, അതിനൊക്കെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് റിയാലിറ്റിയെ പെർസീവ് ചെയ്യുന്നത് അതിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നോക്കിക്കാണണം കാര്യങ്ങളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അതിനെ ഷേപ്പ് ചെയ്യാന് മീഡിയക്ക് ഒരു റോൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണ് പബ്ലിക് ഒപ്പീനിയൻ തിയറി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പോ പബ്ലിക് ഒപ്പീനിയൻ തിയറിയിൽ മെയിൻലി പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മളുടെ റിയാലിറ്റിയെ നോക്കി കാണണം എന്നുള്ളതിൽ നമ്മൾ കാണുന്ന, നമ്മൾ വാച്ച് ചെയ്യുന്ന മീഡിയക്ക് ഒരു വലിയ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ സ്കീമയെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ. സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ എങ്ങനെയാണ് പുറമേയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ബ്രെയിനിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ആണ്, ഒരു കാര്യത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വേ ആണ്. ഓക്കെ, ഈ സ്കീമ രൂപീകരിക്കുന്നതിൽ മീഡിയക്ക് വളരെയധികം റോൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ലിപ്മാൻ തിയറി പറയുന്നത്, പബ്ലിക് ഒപ്പീനിയൻ തിയറി പറയുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ചാറ്റ് ഡിസേബിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. ഞാനും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് നിങ്ങൾ കുറച്ച് പേരുടെ ചാറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്, കുറച്ച് പേരുടെ കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആം, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. കാരണം എനിക്കത് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ പിന്നെ ഞാനിപ്പോ നിങ്ങൾക്ക് അൺമ്യൂട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ക്ലാസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മളുടെ ക്ലാസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാലോ. ഓക്കെ അല്ലേ? അങ്ങനെ മതിയില്ലേ? ഓക്കെ ഓക്കെ. കുറച്ചു പേരുടെ ചാറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് ട്ടോ. ഓക്കെ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ. Moving to the next question. Which are the main components of a language? ലാംഗ്വേജിന്റെ മെയിൻ കോമ്പണൻസ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും സെലക്ട് ചെയ്യാനാണ്. ഫോണറ്റിക്സ്, സിൻടാക്റ്റിക്, ഡിസ്കോഴ്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്. നിങ്ങൾ പല സബ്ജക്ട്സിലും ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ അത് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. കുറച്ചു പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. അതായത് ഫോണറ്റിക്സ് വരുന്നുണ്ട്, സിൻടാക്റ്റിക് വരുന്നുണ്ട്, സെമാൻറ്റിക്സ് വരുന്നുണ്ട്, പ്രാഗ്മാറ്റിക്സ് വരുന്നുണ്ട്. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഒരു കോമ്പണന്റ് ആയിട്ട്, ഒരു മെയിൻ കോമ്പണന്റ് ആയിട്ട് നമ്മൾ പറയാറില്ല. പക്ഷെ ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ലാംഗ്വേജിന്റെ മെയിൻ കോമ്പണന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാംഗ്വേജിന് മെയിൻ ആയിട്ടും 6 കോമ്പണൻസ് ആണുള്ളത്. ഈ 6 കോമ്പണൻസിൽ വരാത്ത ഒരു കോമ്പണന്റ് ആണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മൾ ജസ്റ്റ് ഒരു സെന്റൻസിനേക്കാൾ ഉപരി നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യൂലേ, നമ്മൾ കോൺവെർസേഷൻസിലൂടെയും എസ്സേസിലൂടെയും സ്പീച്ചസ് ആയിട്ടും ഒരു സെന്റൻസിനേക്കാൾ ഉപരി നമ്മൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുവാണെങ്കിൽ, എക്സ്റ്റെൻഡഡ് യൂസ് ഓഫ് ലാംഗ്വേജ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ട്ടോ. ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കോമ്പണൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണയായിട്ട് ലാംഗ്വേജിന് 6 കോർ കോമ്പണൻസ് ഉണ്ടെന്നാണ് പറയാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് നമ്മൾക്കറിയാം അല്ലെ, സ്പീച്ച് സൗണ്ട്സ്. ഓക്കെ, സൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഫോണറ്റിക്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഫോണറ്റിക്സ് എന്നുള്ളത്? സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ദെൻ ഫോണോളജി. ഫോണോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാംഗ്വേജിലുള്ള സൗണ്ട് പാറ്റേണിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഫോണോളജി എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് രണ്ട് സൗണ്ട്സ് പരസ്പരം റിലേറ്റ് ചെയ്യപ്പെടുന്നത്, സൗണ്ട്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഫോണോളജി എന്ന് പറയുന്നത്. ദെൻ മോർഫോളജി. മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് സ്മോളർ യൂണിറ്റ്സ് ഓഫ് മീനിങ്. ഇപ്പൊ ഒരു വേർഡ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അൺഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 മോർഫീംസ് ഉണ്ട്. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് എന്താ പറയാ മീനിങ്, അതിനെയാണ് നമ്മൾ മോർഫോളജി എന്ന് പറയുന്നത്. ഇപ്പൊ അൺഹാപ്പിനെസ് എടുത്തിട്ടുണ്ടെങ്കിൽ അണ്ണ് എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്, ഒരു സ്മോൾ യൂണിറ്റ് ആണത്. അതായത് നോട്ട് എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് അണ്ണിനുള്ളത്. ഹാപ്പി, ഹാപ്പി നമ്മൾക്കറിയാം അതിനൊരു മീനിങ് ഉണ്ട്. പിന്നെ നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, എത്തരത്തിലാണ്, എന്തോരമാണ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഉള്ളത്, പെർട്ടിക്കുലർ അവസ്ഥയുള്ളത് എന്നുള്ളതിനെയാണ് നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ്ങിനെയാണ് മോർഫോളജി എന്ന് നമ്മൾ പറയാറുള്ളത്. സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വേർഡ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സെന്റൻസ് ആയിട്ട് മാറുന്നത്, അതിന്റെ റൂൾസ് എങ്ങനെയാണ്, ഗ്രാമർ ഒക്കെ നമ്മൾ സിൻടാക്സിലാണ് സാധാരണ പറയാറുള്ളത് കേട്ടോ. ഓക്കെ, അതും ഒരു കോമ്പണന്റ് ആണ്. പിന്നെ സെമാൻറ്റിക്സ്. സെമാൻറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് മീനിങ് ആണ്. നമ്മൾ ഓരോ വേർഡ് അല്ലെങ്കിൽ ഓരോ സെന്റൻസ് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു മീനിങ്, ആ ഒരു മീനിങ്ങിനെയാണ്
സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, അതായത് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ആളൊരു ഹെൽപ്പാണ്, ആള് ഒരു റിക്വസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ, അല്ലാതെ നമ്മൾക്ക് വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളതല്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ആ ഒരു ആക്ച്വൽ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് പ്രാഗ്മാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 6 എണ്ണമാണ്: ഫോണറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്. ഈ 6 എണ്ണമാണ് നമ്മൾ കോർ കോമ്പണൻസ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ മെയിൻ കോമ്പണൻസ് ഓഫ് ലാംഗ്വേജിൽ പറയുന്നത് കേട്ടോ. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ മെയിൻ കോമ്പണൻസ് ഓഫ് ലാംഗ്വേജിൽ നമ്മൾ ഡിസ്കോഴ്സിനെ ഉൾപ്പെടുത്താറില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. So moving to the next question. In Berlow's SMCR model, what does C stand for? സി എന്ന് ഉദ്ദേശിക്കുന്നത് ബെർലോയുടെ SMCR മോഡല് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതില് ഓരോന്നിനും ഓരോ പേരുണ്ടല്ലേ. എസ് എന്താണ്, എം എന്താണ്, സി എന്താണ്, ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ സി എന്താണ്? ചാനൽ ആണോ, കമ്മ്യൂണിക്കേറ്റർ ആണോ, കോണ്ടെക്സ്റ്റ് ആണോ, കോണ്ടന്റ് ആണോ? യെസ്, നമ്മൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല അല്ലെ. ചാനൽ ആണെന്ന് നമ്മൾക്കറിയാം. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സ് ആണ്, സെന്റർ ആണ്. എം എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആണ്. സി ഫോർ ചാനൽ, ആർ ഫോർ റിസീവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫാറ്റിക് ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഡാഷ്. കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. കമ്മ്യൂണിക്കേഷന്റെ 3 ഫംഗ്ഷൻ നമ്മൾക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ പഠിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷനിൽ ഫാറ്റിക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അപ്പൊ എന്താണ് ഫാറ്റിക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ഓപ്പൺ ദ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ? അതായത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ഓപ്പണിങ്ങിനാണോ അതിന്റെ ഫംഗ്ഷൻ? ഫോർ എസ്തെറ്റിക് വാല്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഒരു എസ്തെറ്റിക് വാല്യൂ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണോ? ടു ക്യാരി ഫാക്ച്വൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാവുന്നതാണോ? ടു ഗിവ് ഓർഡേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? ടു ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ ലൈക്ക് ഹലോ, അതായത് ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹലോ പോലെയുള്ള, ഹായ് പോലെയുള്ള മെസ്സേജസ് കൊടുക്കുന്നതാണോ? എന്താണ് കമ്മ്യൂണിക്കേഷനിലെ ഫാറ്റിക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തോളൂ കേട്ടോ. ഗസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആൻസർ ഒക്കെ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. യെസ്, കുറച്ച് കുട്ടികൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് എയും ഇയും ആണ് വരുന്നത്. ടു ഓപ്പൺ ദ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആക്ച്വലി അത് തന്നെയാണ് ഇയിലും പറയുന്നത്. ടു ഇനിഷ്യേറ്റ് എ കോൺവെർസേഷൻ ലൈക്ക് ഹലോ. അതായത് കമ്മ്യൂണിക്കേഷന്റെ ഫാറ്റിക് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒരു ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു ചാനൽ ഓപ്പൺ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഒന്ന് ബിഗിൻ ചെയ്യാം എന്നുള്ളതാണ് ഫാറ്റിക് ഫംഗ്ഷൻ. അതായത് നമ്മളിപ്പോ എന്ത് കാര്യം, ഒരാളുടെ അടുത്ത് എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ഡയറക്റ്റ് ഒരു കാര്യം പറയുന്നതിനേക്കാളും മുൻപ് ഒരു ഹായ് അയക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ഹലോ അയക്കും അല്ലെ.
അതായത് ഒരു സോഷ്യൽ കണക്ഷൻ ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ഒരു കോണ്ടന്റിലോട്ട് കടക്കുന്നത്. അതൊരു ഗ്രീറ്റിംഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്മോൾ ടോക്ക് ആയിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു മെയിൻ കാര്യം ഒരാളുടെ അടുത്ത് സംസാരിക്കാനുണ്ടാകും. അതിനേക്കാളും മുന്നേ നമ്മൾ അയാളോട് ചോദിക്കും, ഹലോ എത്ര നാളായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, പിന്നെ എങ്ങനെ പോണു ലൈഫ്, ഞാനിപ്പോ ഈ മെസ്സേജ് അയക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഞാനിപ്പോ വിളിച്ചത്, എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മെയിൻ കാര്യത്തിലോട്ട് കടക്കും അല്ലെ. അപ്പോ ആ ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ചാനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ തുടങ്ങുന്ന ആ ഒരു ഇനീഷ്യേഷൻ, അതിനെയാണ് ഫാക്റ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഓക്കെ എന്നൊക്കെ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും എന്താ കാര്യങ്ങൾ ഇപ്പൊ കാഷ്വൽ ആയിട്ട് എന്തെങ്കിലും ടോക്ക് ചെയ്യൂലേ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലോട്ട് എത്തുന്നതിനേക്കാളും മുമ്പേ കാഷ്വലി ടോക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യൂലേ, അതൊക്കെ ഫാക്റ്റിക് ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഫാക്റ്റിക് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ ആണോ? കമ്മ്യൂണിക്കേഷന്റെ ബാക്കി ഫങ്ഷൻസ് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇഗ്നോറിംഗ് ഫീഡ്ബാക്ക്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, സ്ട്രിക്റ്റ് ഹൈറാർക്കി, ഈക്വൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരുപാട് പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണല്ലേ. ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് അറിയാം. ഫീഡ്ബാക്കിന് ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവര് ഫീഡ്ബാക്ക് പറയുമ്പോൾ അതിനൊക്കെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഡിസിഷൻ, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കാതെ പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്ട്രാറ്റജി അല്ല. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഒക്കെ ഫോളോ ചെയ്യുക, അതായത് ഓക്കെ ലീഡർ മാത്രം സംസാരിച്ചാൽ മതി, വേറെ ആരും സംസാരിക്കേണ്ട, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതല്ല. എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നതാണ് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള ഒരു ഉചിതമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി സോറി സോറി, ഒന്നുകൂടെ പറയാട്ടോ. ഇമെയിൽ നമ്മൾക്ക് അറിയാം, ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ടൂളാണ്. പിന്നെ വീഡിയോ കോൺഫറൻസിങ് നമ്മൾക്കറിയാം റിമോട്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ വേൾഡിന്റെ ഏതൊരു മുക്കിലും മൂലയിലും ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു ടീച്ചിങ് നടത്താം, ടീച്ചിങ്ങും ലേണിങ്ങും പോസിബിൾ ആക്കാം എന്നുള്ളതാണ് റിമോട്ട് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസ്കഷൻ ഫോറം നമ്മൾക്കറിയാം, ഒരു ഫീഡ്ബാക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ആണ്. ഫീഡ്ബാക്സിന് വേണ്ടിയിട്ടുള്ള, മറ്റുള്ളവർക്ക് മനസ്സിലായോ, പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസിന് മനസ്സിലായോ, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഡിസ്കഷൻ ഫോറം എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണല്ലേ. വിഷ്വൽ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിശ്വാസത്തിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാണ്. വാട്ട് ഈസ് നോട്ട് എ സോഷ്യൽ സൈക്കോളജിക്കൽ ബാരിയർ? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഒരു സോഷ്യൽ സൈക്കോളജിക്കൽ ബാരിയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇൻഫറൻസ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ടൈം, അബ്സ്ട്രാക്റ്റിംഗ്. ഇതില് സോഷ്യൽ സൈക്കോളജിക്കൽ ബാരിയർ അല്ലാത്തത് ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ, ടൈം ആണ്.
നമ്മൾക്കറിയാം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോ നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സിലാണ് നമ്മൾ ടൈമിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഓക്കെ. ബാക്കിയുള്ളത് ഇൻഫറൻസ് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആയിക്കോട്ടെ, അബ്സ്ട്രാക്റ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ സോഷ്യൽ സൈക്കോളജിക്കൽ ബാരിയറിലാണ് വരുന്നത്. ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം അല്ലെ, അതായത് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ്. അപ്പോ നമ്മള് ഇപ്പോ ഒട്ടും ഒരു കംപ്ലീറ്റ് ഡാറ്റ ഇല്ലാതെ നമ്മൾക്കുള്ള അറിവ് വെച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, നമ്മൾ മാറാൻ തയ്യാറാവാതിരിക്കാം. അതായത് ശരിയാണ് ഇതറിഞ്ഞിട്ടും നമ്മൾ നമ്മളുടെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതൊരു അതായത് സത്യം ഇതാണ്, ശരിയാണ്, പുതിയ ഐഡിയാസ് നമ്മൾ സ്വീകരിക്കുക, ഞാൻ പറയുന്നതാണ് ശരി. ആ ഒരു ചേഞ്ചിനോടുള്ള റെസിസ്റ്റൻസും നമ്മൾക്കറിയാം അതൊരു സോഷ്യൽ ബാരിയർ ആയിട്ടും വരും, സൈക്കോളജിക്കൽ ബാരിയർ ആയിട്ടും വരും. പിന്നെ അബ്സ്ട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കുറെ ഐഡിയാസ് ഉണ്ട്. കുറെ ഐഡിയാസിൽ നിന്നും നമ്മൾക്ക് തോന്നുന്ന ഐഡിയാസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. അതിനെയാണ് അബ്സ്ട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ശരിയായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോ ഒരു കാര്യത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ പല ഡയമെൻഷൻസും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് പഠിക്കാൻ ഈസി ഉള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നു. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല ആ ഒരു കോണ്ടന്റിനെ പറ്റിയിട്ട്. അതിനെയാണ് അബ്സ്ട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫറൻസ് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആയിക്കോട്ടെ, അബ്സ്ട്രാക്റ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്ന കാര്യമാണ്. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഹു പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ? വാൾട്ടർ ലിപ്മാൻ, ലാസ്വെൽ ഹാരോൾഡ്, വിൽബർ ഷ്രാം, ഡി.വെ ജേക്കബ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. പബ്ലിക് ഒപ്പീനിയൻ തിയറി, പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ, ആ ഒരു തിയറി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. യെസ്, നിങ്ങൾ കുറെ പേരുടെ ശരിയുത്തരങ്ങൾ കാണുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വാൾട്ടർ ലിപ്മാൻ ആണ്. വാൾട്ടർ ലിപ്മാൻ ആണ്. അതായത് നമ്മളുടെ മീഡിയക്ക് എത്രത്തോളം നമ്മളുടെ ആ ഒരു മെന്റൽ ഫ്രെയിം വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ് വാൾട്ടർ ലിപ്മാൻ. നമ്മളുടെ ഒരു ഒപ്പീനിയൻ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ നിലപാടുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മീഡിയ